ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ എനിക്ക് വന്നു. ഞാൻ ഒരാഴ്ചയായിട്ടത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇതെന്നാ ഇങ്ങനെ കെണിയാവും. അതിനൊരു പ്രത്യേക കാരണം ഉണ്ടായി. അതുകൊണ്ട് ഇതിലൊരു ഭയങ്കര സങ്കടകരമായ ഒരു കാര്യം ഉണ്ടായി. ഇതൊരു മറിമായായി. ഞങ്ങൾ ഇന്ന് വ്യത്യസ്തമായ ഒരു ലഡു അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാ. അമ്മയും ഉണ്ട നേരത്തെ കഴിച്ചിട്ടില്ല, കഴിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ആർ യു ഹാപ്പി? അത് ഉണ്ടാക്കി കഴിയുമ്പോ പറയാം ഹാപ്പിയാണോ. നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് വീഡിയോ പിടിച്ചാൽ മതി. കൈ കൊള്ളണ എന്റെ അല്ലേ. ഉണ്ടയൊക്കെ ആയി. കൈ അതിനെ റെഡിയായി കിട്ടിയാൽ മതിയായിരുന്നു. നിങ്ങൾ ചോദിക്കാറില്ലേ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിനൊരു അരമണിക്കൂർ മതി ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു നൊസ്റ്റാൾജിക് പലഹാരം. ഞാൻ മൺകലത്തില് പാഷൻ ഫ്രൂട്ടിന്റെ അരി പാകി വെച്ചേക്കണ ഒരു രംഗമാണ് ഈ കാണണത്. അപ്പൊ നീ ഉദ്ദേശിക്കുന്നുണ്ടാവും നമ്മൾ പാഷൻ ഫ്രൂട്ട് പാകി അവിടെ ആരോഗ്യത്തിൽ നിപ്പുണ്ട്, പിന്നെ എന്തിനമ്മ പാകി? അത് അവിടെ ചെന്ന് നിന്നിട്ട് ഞാൻ പറയാം. ഇത് ഒരു കലത്തിൽ പാകി. ഇപ്പൊ ഇത് സന്ധ്യ ആകുമ്പോ ഞാൻ അങ്ങോട്ടെടുത്ത് വെക്കും. മഴ അധികം കൊണ്ടു കഴിഞ്ഞാൽ അത് തല്ലിയലിച്ച് പോയാൽ കെണിയാവും. അതിനൊരു പ്രത്യേക കാരണം ഉണ്ടായി. അതുകൊണ്ട് ഇതിൽ പാകിയേക്കണം. ഇനി നമുക്ക് പാകി നിർത്തിയേക്കണതിന്റെ അടുത്തേക്ക് പോകാം. അപ്പയുടെ വെണ്ടയുടെ ഇടയിലാണോ ഇതൊക്കെ വെക്കണേ? ഞാൻ 2-3 പേരോട് ഇതിന്റെ തൈ കൊടുക്കാന്നും ഓൾറെഡി പറഞ്ഞു പോയായിരുന്നു. പക്ഷെ എന്നെ അവർ ഇത് ചതിച്ചു. തൈ പാകി കിളുത്ത് നിക്കണത് എന്നെ ചതിച്ചു. അതുകൊണ്ട് ഇതിൽ പാകിയേക്കുവാണ്. ഇതിൽ കിളുക്കുമെന്ന് തന്നെ അറിയാൻ മേല. ഏതായാലും കിളുത്തില്ലെങ്കിൽ പണി വാളും. വാ, ഇനി അവിടെ പോയി വിവരം പറയാം. മറിമായം കാണിക്കാൻ അമ്മ വരും. മറിമായവും ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ എനിക്ക് വന്നു. ഞാൻ ഒരാഴ്ചയായിട്ടത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇതെന്നാ ഇങ്ങനെയെന്ന്. അത് ഞാൻ വേറൊരു ഇല എടുത്തോണ്ട് പറ്റാം. എന്നിട്ട് ഇതിന്റെ കാര്യം പറയാം. ഇവിടെ നിന്നപ്പോ കൊണ്ടുവരാം. ഇവിടെ നിലത്ത് കിടപ്പുണ്ടാവുമല്ല. കിട്ടണുണ്ടോ സൂം ചെയ്ത്? പിന്നെ പാഷൻ ഫ്രൂട്ട് ചെടിയുടെ ഇല, അതായത് പാഷൻ ഫ്രൂട്ട് ഉണ്ടായി കിടക്കണം മരത്തിന്റെ. അപ്പൊ ഇതിൽ നിന്ന് നല്ല വിളഞ്ഞ പാഷൻ ഫ്രൂട്ട് പറിച്ച് നമ്മള് ഗ്രോ ബാഗില് നിങ്ങളെ പാകി നിർത്തിയേക്കണ കാണിച്ചായിരുന്നു. ഇനി നമുക്ക് പാകി നിർത്തിയേക്കണതിന്റെ അടുത്തേക്ക് പോകാം. ഞാൻ ആ പാകി നിർത്തിയേക്കണ നല്ല ആരോഗ്യത്തിൽ വരണുണ്ടല്ലോ എന്ന് കരുതി വളരെ സന്തോഷിച്ചു. പക്ഷെ ഇന്നലെ അല്ല 2 ദിവസം മുമ്പ് ഞാൻ നോക്കിയപ്പോ ആ ഇലയ്ക്ക് ഒരു മാറ്റവും വന്നില്ല. നീളത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇതിന്റെ ഇല ഇങ്ങനെ അല്ലല്ലോ. ഇതിന്റെ ഇല ഇതിലൊക്കെ നിക്കണം ഇങ്ങനെ അടർന്ന് ഇങ്ങനെ 3 കള്ളിയായിട്ട് നിക്കണ്ടോ? അങ്ങനെയാണല്ലോ എന്ന് ഞാൻ കരുതി. അപ്പൊ ഞാൻ ഓർത്തു വേറെ ഒന്നും ആവാൻ വഴിയില്ല. പാഷൻ ഫ്രൂട്ടല്ലേ അതിൽ പാകിയേക്കണം. അപ്പൊ വേറെ ഒന്നും കിളുക്കാൻ വഴിയില്ല എന്ന് വിചാരിച്ചു. അപ്പൊ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോ അതിന് അടർമ്പല് പോലെ വന്നില്ല. അപ്പൊ എനിക്ക് ആകപ്പാടെ സംശയം. ഇനി നമുക്ക് അതിന്റെ ചോട്ടിലേക്ക് പോയി നിന്ന് പറയാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പാഷൻ ഫ്രൂട്ടിന്റെ അരി പാകിയ ഗ്രോ ബാഗില ഓർക്കുന്നുണ്ടോ നമ്മള് ചാണകം കൊണ്ടിട്ടത്? ആരോഗ്യം വരട്ടെന്ന് പറഞ്ഞ് മീതെ ചാണകം ഇട്ടായിരുന്നു. പിന്നെ അപ്പൊ ആ ചാണകത്തില് കിടന്ന് എന്തെങ്കിലും കായാണോന്ന് അറിയില്ല. ഈ മഹാഗണിയുടെ അരിയാണോന്നൊരു സംശയമുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ മഹാഗണി മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഈ തടിക്ക് വേണ്ടി അതിന്റെ ആണോന്ന് സംശയമുണ്ട്. ഞാൻ ഇന്നലെ ഇല്ലേ ഒരിലയൊക്കെ ഇങ്ങനെ കിള്ളി നോക്കി. ഇങ്ങനെ കിള്ളി എടുത്തായിരുന്നു. അപ്പൊ ഏതായാലും ഇതിവിടെ നിക്കട്ടെ. ഇത് പക്ഷെ പാഷൻ ഫ്രൂട്ട് അല്ല. കാരണം അതിന്റെ തണ്ടൊന്നും ഇതുപോലെ അല്ല. അല്ലാതെ ഇതില് കായില്ല. ഇഷ്ടം പോലെയുണ്ട്. ഞാനാണെങ്കിൽ ഇല്ലേ എന്നും കൊണ്ട് ഇതിന് വെള്ളം ഒഴിക്കണം. ഇതിന് എന്തെങ്കിലും കേടുപാടുണ്ടോന്ന് നോക്കണം. ഇത് മഹാഗണിയുടെ തൈയാണെങ്കിൽ അപ്പ ഓടിക്കും. ഉള്ളത് തന്നെ അപ്പ പറിച്ചു കളയും. അതെ, ഉള്ളത് പറിച്ചു. കാരണം ധാരാളം ഉണ്ട് ഇവിടെ. നിറച്ച് കാ പൊട്ടി വീണ് ചോട്ടിലെല്ലാം കാട് പോലെ ആവുക. 10 തയ്യോറ്റി അപ്പൊ തൃപ്പൂണിത്തുറ മാർക്കറ്റിൽ നിന്ന് പണ്ട് മേടിച്ചു വെച്ചത്. എന്നിട്ട് അതിന് എന്തുമാത്രം തൈകളെ നമ്മുടെ പണ്ട് കുറെ പേര് കൂടെ പണിയാൻ വന്നപ്പോ കാട് വെട്ടാൻ വന്നപ്പോ അവരൊക്കെ പറിച്ചുകൊണ്ട് പോയതാ പറമ്പിൽ നടാൻ. മരമായിട്ട് വന്നതല്ലേ. അപ്പൊ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ നിന്ന് കൊണ്ടുപോയി പറിച്ച് നട്ടിട്ടുണ്ട്. ഇപ്പൊ ഇത് ഏതായാലും ഞാനിവിടെ നിർത്തുവാണ്. ഇനി ആ കലത്തിൽ പാകിയത് കിളുത്തു വന്ന. ഇല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട് മരത്തേല് 2-3 കാ കിടപ്പുണ്ട്. അത് വിളഞ്ഞു കഴിയുമ്പോ അപ്പേനെ കൊണ്ട് അണ്ണാൻ കടിച്ചില്ലെങ്കിൽ അത് വലിച്ചു ചാടിച്ചേച്ച് പാകണം. അപ്പൊ പാകുമ്പോ വേറൊരു ഗ്രോ ബാഗിൽ മണ്ണിട്ടേച്ച് പാകാം നമുക്ക്. ചാണകം ഗ്രോ അല്ലെങ്കിൽ ഈ ചട്ടി പാകാം. ഞാൻ ആദ്യം ഓർത്തതാ മറ്റേത് ഈ ചട്ടിയിൽ പാകിയാലോന്ന്. അപ്പൊ ഞാൻ ഓർത്ത് അവിടെ ആ മൺകലത്തിൽ പാകാം. ഈ ചട്ടി ക്ലീൻ ആയിട്ടിരിക്കുവോ പാകാനായിട്ട് വെച്ചേക്കണം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്നറിയാമോ, ഇത് പാഷൻ ഫ്രൂട്ട് തൈ. അപ്പൊ പന്തല് കെട്ടിക്കഴിയുമ്പോ ഇതിനകത്തൊക്കെ നട്ടേച്ച പന്തലിലേക്ക് കയറ്റാന്ന് പറഞ്ഞിരുന്നതാ. അപ്പൊ ഏതായാലും ഇതിൽ നമുക്ക് പാകാം ഒരെണ്ണം കൂടെ പഴിപ്പിച്ച് കിട്ടുവാണെങ്കിൽ. അപ്പൊ ഇങ്ങനെ ഒരു ഭയങ്കര സങ്കടകരമായ ഒരു കാര്യം ഉണ്ടായി. ഇതൊരു മറിമായായി. കുഴപ്പമില്ല, ഇതൊരു മരാവുന്ന സാധനമാണല്ലോ.
പക്ഷെ മറ്റേത് അപ്പം ഞാൻ വേറൊരു പാർട്ടിയോട് നോബിയോട് പറഞ്ഞു, ഇവിടെ ലാവൻഡർ കളറും ഉണ്ട് നോബി, മഞ്ഞ നോബിയുടെ അടുത്ത് ഉണ്ടല്ലോ, അപ്പൊ മഞ്ഞയാണെങ്കിൽ എനിക്കൊരു മഞ്ഞയുടെ കാ തന്നെ ലാവൻഡറിന്റെ തൈ ഞാൻ തരാം. അവനോനിപ്പോ സാധനം ഇല്ലാതെ ലാവൻഡറുമായിട്ട് മഞ്ഞ പോലും ഇല്ലാത്ത അവസ്ഥയായി. അപ്പൊ മറ്റേത് കിടക്കുവാണെങ്കിൽ നമുക്ക് കൊടുക്കാം, ഇവിടെ നടാം. ഇല്ലെങ്കിൽ വീണ്ടും അതിൽ നിന്ന് പറിച്ചു പാകണം. ഇങ്ങനത്തെ അബദ്ധം ഇങ്ങനെ പറ്റരുത്. ഇത് വലിയ അത് ചാണകത്തിൽ നിന്ന് തന്നെ വന്ന കാ വന്നത് കിളുത്തതായിരിക്കും. നല്ല ആരോഗ്യത്തിലാണ് നിക്കണം. ഇതിന്റെ ഇല നോക്ക്, പാഷൻ ഫ്രൂട്ടിന്റെ ഇല നോക്ക്. ഞാനില്ലേ ഇന്നലെ ഇതിന് വെള്ളം ഒഴിച്ചില്ല, എനിക്ക് ദേഷ്യം വന്നിട്ട് മേല. അത് പാടില്ല. അത് എന്നാന്ന് വെച്ചാൽ അത് ഉദ്ദേശിച്ച സാധനം അല്ലാന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇതാണെങ്കിൽ ഇതേ മഹാഗണി ആണെങ്കിൽ പറമ്പ് നിറച്ച് നിക്കണം. അതെ 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 അതെ. അത് എന്നാന്നറിയാമോ, അതിന്റെ ഇലയുടെ നല്ല സാധനം അതെ. അത് മഹാഗണിയാണോ? ഇതത് തന്നെയാ, സെയിമാ. കണ്ടോ ഇതിന്റെ ഇലയും ഇതിന്റെ ഇലയും തമ്മിൽ കണ്ടോ, സെയിമാ. അത് തന്നെ ആയിപ്പോയി. ഇനിയിപ്പോ നമുക്ക് വേറെ ഒരെണ്ണത്തിൽ പാകാം. അപ്പൊ എന്നെ വേറെ ഒരു കലത്തി പാകി ഓൾറെഡി. പോകാം, ഇത് കാണിക്കാൻ വന്നതാ ഞാൻ. പണ്ട് നമ്മള് ഇതിന്റെ തയ്യാന്നും പറഞ്ഞ് ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ തൈ അല്ല. ഞാൻ കയറി പോവാ, വേറെ പരിപാടിയില്ല. നിങ്ങൾ ഇന്ന് വ്യത്യസ്തമായ ഒരു ലഡു അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ ശർക്കര ഞാൻ വെള്ളത്തിലിട്ട് അലിപ്പിച്ച പരുവാണിത്. ഇനി ശർക്കര പതുക്കി ഒന്ന് കുറുകി ഒരു നൂൽപ്പരുവും വേണ്ട, കാരണം ഇതിൽ നാരങ്ങാനീര് ചേർക്കണില്ല. അപ്പൊ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇത് ചിലപ്പോ കടുപ്പായി പോകും. ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടയല്ല ഇത്. നാരങ്ങാനീര് ചേർത്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടിരിക്കും, മുറുകൂല. പക്ഷെ ഞങ്ങൾ സാമ്പിൾ ചെയ്യുന്നതുകൊണ്ട് ഒരു 5-8 എണ്ണ ഉണ്ടാക്കണുള്ളൂ. അപ്പൊ ഞാൻ അത് കാരണം ഇതിൽ നാരങ്ങ പിഴിയണില്ല കേട്ടോ. ഇനി ഇൻ കേസ് ഇതിൽ പിഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റൂല. ഇപ്പൊ ഒരു വെറൈറ്റി ഉണ്ടയാ തയ്യാറാക്കണം. അപ്പൊ അതിന് ശർക്കര ഉരുക്കി ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പാനിയാക്കി എടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് പാനിയാക്കണ ഒരു നൂൽ പരുവത്തിൽ പാനിയാക്കി പഞ്ചസാര ഉണ്ട ഉണ്ടാക്കണ വീഡിയോയും ശർക്കരയും കൊണ്ട് അരി വറുത്തു പൊടിച്ച് ഉണ്ട ഉണ്ടാക്കണ വീഡിയോയും കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ വേറൊരു വെറൈറ്റി ഉണ്ടയാ. നമുക്ക് തുടങ്ങാം. ശർക്കര ഉരുക്കി പാനിയാക്കുന്ന ഒരു രംഗമാണ്, പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശർക്കര ഉരുക്കാനായിട്ട് പൊടിച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. അത്രേ ആക്കിയിട്ടുള്ളത്. എന്നിട്ട് മെൽറ്റായ പരുവായത്. എന്നിട്ട് കുറുക്കാനുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നൂൽ പരുവ എടുക്കണതിനാണ് ശർക്കര ഉരുക്കി പാനി എന്ന് പറയണത്. അതാ ഞാൻ പറഞ്ഞത് നേരത്തെ ചെയ്തിട്ടുണ്ടെന്ന്. ഇതിപ്പോ നൂൽ പരുവ എടുക്കണില്ല, കാരണം ഇത് ചേർക്കാത്തോണ്ട് എങ്ങനെ വരുമെന്ന് അറിയില്ലെന്ന് പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പൊ അത് കാരണം നമുക്കിത് ഉരുക്കി വെച്ച് സ്വല്പം ഒന്ന് കുറുകി വരുമ്പോ പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഉണ്ടാക്കുമ്പോൾ ഉണ്ടയിൽ ചേർക്കാനുള്ള വേറൊരു പരിപാടി അവിടെ ഒന്ന് വഴറ്റാൻ പോവാ. വേറെ ഒന്നുമില്ല. അതെ, കിസ്മിസും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. ബ്ലാക്ക് മുന്തിരി സ്വല്പം ഇരുന്നത് ഇതിലേക്കൊന്ന് ഇച്ചിരി നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ്, പിടിച്ചെടുക്കാനുള്ളത്. അത് ചുമ്മാ ഒന്ന് വഴന്നാൽ മതി. പായസത്തിനൊക്കെ ചേർക്കൂലേ അതുപോലെ. ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് പൊടിയിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പം നമുക്കതേ ഇങ്ങനെ ഒരു പരുവത്തിൽ ഞാൻ നോക്കട്ടെ. നൂൽപ്പരുവായിട്ടില്ല, നൂൽപ്പരുവും വേണ്ട ഇതിന്. ആയിട്ടില്ല, ഇച്ചിരി നമുക്ക് കഴിക്കട്ടെ. കുറുകിയിട്ടേ ഉള്ളൂ, നൂൽപ്പരുവായിട്ടില്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനിയും തേങ്ങ ഇട്ടതിൻ്റെ ആ പച്ചക്കുത്തൊന്ന് മാറണം. ഇത് ഞങ്ങൾ സാമ്പിളിന് കുറച്ചുണ്ടാക്കണോണ്ട് ഇന്ന് തന്നെ ഇത് തീരും. അപ്പം പിന്നെ വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഒരുപാട് മൂപ്പിക്കൊന്നും വേണ്ട. നമ്മളിത് ഇരിക്കാനുള്ള ഉണ്ടയാണെങ്കിൽ ഈ നന്നായിട്ട് വഴറ്റി നന്നായിട്ട് ഇത് തേങ്ങ ശരിക്കും വെള്ളം വറ്റിച്ച് ഇതിലെടുക്കണം കേട്ടോ. ഇളക്കി വറ്റിച്ച്, അല്ലെങ്കിൽ അത് കാറിപ്പോവും. ഇതിപ്പോൾ നമ്മളതൊന്നുമില്ല, ഒരു വളരെ മിനിമം ക്വാണ്ടിറ്റി ഉണ്ടാക്കണോളൂ. അപ്പൊ പിന്നെ അതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അമ്മയും ഉണ്ട നേരത്തെ കഴിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇതൊരു പരീക്ഷണമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യണത്. പിന്നെ നമുക്കില്ലേ വെള്ളം വറ്റിയത് മതി. ഇനി നമുക്ക് ഇങ്ങോട്ടിങ്ങനെ മാറ്റി വെച്ച് ഇതിൽ പൊടിയൊക്കെ ചേർക്കാം. റാഗിപ്പൊടി, റാഗി കൊണ്ടുള്ള ഉണ്ടയാണ്. എന്നാണെങ്കിലും ഹെൽത്ത് വൈസ് നല്ലതാ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചെയ്യാന്ന് വെച്ചത്. ഞാൻ പറഞ്ഞില്ലേ, കഴിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. നമുക്ക് ചെയ്യാം. ആർ യു ഹാപ്പി? സൂക്ഷിച്ച്
അത് ഉണ്ടാക്കി കഴിയുമ്പോൾ പറയാം ഹാപ്പിയാണോ. സൂക്ഷിച്ചിടണം, കാരണം ഇനി ശർക്കര ഉരുക്കാൻ പറ്റൂല, പൊടി കൂടിപ്പോയാലേ. ഇളക്കി വെച്ച് വേണം. ഇത് നൈസ് പൊടി ആയതുകൊണ്ട് അങ്ങനെ കൂടാൻ വഴിയില്ല. ഏതാണ്ട് മതിയെന്ന് തോന്നണം. നോക്കട്ടെ, ഇച്ചിരി പൊടിയും കൂടെ വേണം. ഇത് കിട്ടാൻ പറ്റൂല, കുഴഞ്ഞിരിക്കണം. ഇച്ചിരി ഇട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല ശരിയാവും. പിന്നെ നമുക്ക് ഇതായി കഴിയുമ്പോൾ ഏലക്കയും ഈ മുന്തിരിങ്ങയൊക്കെ അതിലേക്ക് ചേർക്കാനുണ്ട്. പൊടി ആദ്യം കറക്റ്റ് മിക്സിങ് ആവട്ടെ, എന്നിട്ട് ഇച്ചിരി നെയ്യ് ചേർക്കാം നമുക്ക്. കൂടാതെ ഉരുട്ടാൻ നേരത്തും കയ്യിൽ ഇച്ചിരി നെയ്യ് തൂയേച്ച് ഉരുട്ടാം. തൂയേച്ചല്ല, കയ്യിൽ പുരട്ടിയേച്ച് ഏലക്ക. നമുക്കേ നെയ്യിലാ വഴറ്റിയത്. ആ നെയ്യും മുന്തിരിങ്ങയുടെ അതങ്ങ് ചേർത്താ പോരെ. നെയ്യ് ഇത്ര മതിയോ, ചൂടി വേണോ നോക്കട്ടെ, വേണമെങ്കിൽ ചേർക്കാലോ. നല്ല രുചിയുണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി ഒന്ന് തിന്നു നോക്കി. ഇച്ചിരി ചേർക്കാം നെയ്യ്, എന്നിട്ട് ഉരുട്ടിയാൽ മതി. അപ്പനെ കൊണ്ട് ടേസ്റ്റ് ചോദിക്കാം. അതെ, സ്പൂൺ എടുക്കാനുള്ള ബെത്തപ്പാടും. ദേ കല്ല് പിടിച്ചിരിക്കോ ഫ്രിഡ്ജിലിരുന്ന്. അനച്ചിരി നേരത്തെ പുറത്തെടുത്ത് വെക്കണ്ടായിരുന്നു. ദേ ഇതുപോലെ മതി മതി മതി. ഞങ്ങൾ മെൽറ്റ് ആവട്ടെ അല്ലേ. എന്നിട്ട് കയ്യിൽ ഉരുട്ടിയെടുക്കാം. മിക്സ് ആയിക്കോട്ടെ കേട്ടോ. അത് അമ്മ കയ്യിൽ ഇച്ചിരി നെയ്യ് പുരട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. ഇനി തുടങ്ങുവാണ്. തുടങ്ങാന്ന് പറഞ്ഞാൽ ഇച്ചിരി ഉള്ളു സംഭവം. ചൂടാ, നല്ല ചൂടാ. ഉണ്ട ഉരുട്ടുമ്പോൾ എപ്പോഴും ഒരു ഇതെന്നാന്ന് വെച്ചാൽ ചൂട്. അമ്മ ഇങ്ങനെ ഉരുട്ടണ ചിരി വരും. ചൂട് കൊണ്ട് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ആള്. കൈ പൊള്ളുക. നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് വീഡിയോ പിടിച്ചാൽ മതി. കൈ പൊള്ളണ എൻ്റെ അല്ലേ. പൊള്ളണത് അമ്മയ്ക്ക് അറിയാവുള്ളൂ. വെക്കട്ടെ ഇതിലേക്ക്. പൊടി പിടിക്കണോ? ഇപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ. ഉണ്ടയായി കിട്ടുന്നുണ്ട്. ഉണ്ടയൊക്കെ ആയി. കൈ ഉച്ചയാകുമ്പോ വേറെ ബീഫ് ചെയ്യാനുണ്ട്. അതിനെ റെഡിയായി കിട്ടിയാൽ മതിയായിരുന്നു. പിന്നല്ല. ഓ, ഞാൻ ആ പാത്രത്തിൽ വെച്ച് പോവാ ചൂടുകൊണ്ടേ. ഓരോ തവണയും ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഇങ്ങനെ കയ്യിലേക്ക് കയ്യിൽ ഈ പൊടിയാകുമ്പോഴേ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. റാഗിയല്ലേ, അപ്പൊ അവലോസ് പൊടി പോലെ അല്ലല്ലോ. അത് കാരണം ഞാൻ ഓരോ പ്രാവശ്യം ഇങ്ങനെ നെയ്യ് തടവിയേച്ചെടുക്കണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വിട്ടുപോരും. നെയ്യ് വേണമെന്നില്ല, വെളിച്ചെണ്ണ ആയാലും മതിയായിരിക്കും കേട്ടോ. പക്ഷെ നെയ്യ് പടുത്തിരിക്കുമ്പോ ഇതിലേക്ക് നെയ്യുടെ ടേസ്റ്റും വന്നോളൂ. സ്വാദ് കിട്ടാൻ കൂടുതലും നല്ലത് നെയ്യാണ്. നെയ്യ് തന്നെ ചേർക്കണ നല്ലത്. അല്ല, നെയ്യ് കൊണ്ട് തന്നെ ഒരുക്കണ നല്ലത്. ആദ്യം ഇങ്ങനെ അങ്ങ് വെച്ചേച്ച് പൊടി പിടിക്കാം. പൊടി പിടിക്കുന്ന അല്ലെങ്കിൽ പറ്റില്ല, തിന്നാനുണ്ടാവില്ല. ഞങ്ങൾക്കില്ലേ ഉണ്ട ഈ പരുവത്തില് റാഗിയുടെ പൊടിയുണ്ട് നെയ്യൊക്കെ ചേർത്ത് റെഡിയാക്കി. അപ്പൊ ഞങ്ങൾക്ക് ആകെ ഒരു സംശയം, ചില പൊടി ചേർത്ത് പിടിക്കണോ വേണ്ടയോന്ന്. എന്തായാലും സംശയം അസ്ഥാനത്ത് വെക്കാതെ സ്വല്പം പൊടി പിടിച്ച് ഇതിലേക്ക് ഉരുട്ടി വെക്കുവാണ്. പൊടി പിടിക്കാതെ തന്നെ അത് ദേ ശരിക്കും ആയിട്ടുണ്ട്. പക്ഷെ ഇച്ചിരി ഒന്ന് പൊടി പിടിക്കണം, നല്ലതാണെന്ന് തോന്നി. ലേശം കയ്യിലും ഒരു പൊടിക്ക് മതി. പിന്നെ റാഗിപ്പൊടി ആയതുകൊണ്ട് അത് ചിലപ്പോ ഇരുന്നൊന്ന് മുറുകും. ഈ റോ ഫോമിലല്ലേ പൊടി വന്നത്. അവലോസുപൊടി പോലെ ഇതങ്ങനെ കുക്ക് ചെയ്തതായിരിക്കൂലല്ലോ. പിടിക്കണോ? ഇത് റോസ്റ്റഡാ. റോസ്റ്റഡ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ലേശം പൊടി ഒരു പൊടിക്ക് പിടിച്ചാ മതി. അത് വലിയൂന്നേ അതിലേക്ക്. അത് എപ്പോഴും അബ്സോർവ് ചെയ്യും പൊടി. ഇതുപോലെ മതി 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 മതി. ഇതാവും ശരിക്കും. ഇനി ഓരോന്നും ശരിക്കും ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ആദ്യം എപ്പോഴും ഇങ്ങനെ അങ്ങ് ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മൾ ഈ ഭയങ്കര ചൂടായതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ആക്കി വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഷേപ്പിലാക്കി എടുക്കണം. പൊടി പിടിക്കുക അല്ല, ഷേപ്പും ആക്കി എടുക്കണം കേട്ടോ. അതെ, ഇങ്ങനെയാണ് ഉണ്ട ഉരുട്ടണത്. അല്ലാണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് കാണിക്കുവല്ല. അതെന്നെ കളിയാക്കണം. ഇങ്ങനെ ഇട്ടുകൊണ്ട് കാണിക്കുവല്ല. നീ ചിലപ്പോ അരിയുണ്ട കോരി ഇങ്ങനെ എടുക്കുമ്പോ നീ എടുത്തേച്ച് കാണിക്കില്ല. ഇത് ഇങ്ങനെ. പിന്നെ ഓരോരുത്തരുടെ രീതിയായിരിക്കും. ഞാൻ ഇങ്ങനെയാ. അപ്പൊ അതിലേക്ക് മുറുകുകയും ചെയ്യും, നല്ല ഇതായിട്ടിരിക്കും. ഈ പഴയ പലഹാരങ്ങളല്ലേ ഞാൻ കണ്ട് ശീലിച്ചേക്കണം. അതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ വീട്ടിലും താമസിക്കാൻ അവധിക്കാലത്ത് ചെല്ലണ അമ്മായിമാരുടെ വീടുകളിലും ഒക്കെ ഈ പലഹാരങ്ങളാണ് അന്നത്തെ കാലത്ത്. ഉണ്ട, അച്ചപ്പം, കൊള്ളപ്പം കുറവാട്ടോ. പിന്നെ
നുറുക്കുണ്ടാക്കും. അവല് വിളയിച്ചത്. അവല് വിളയിച്ചത് കോട്ടപ്പൊടിയിൽ എപ്പോഴും നുറുക്കുണ്ടാക്കും അമ്മായി. എപ്പോഴും ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നണം. അങ്ങനെ നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുവാണ്. എത്തിയപ്പോൾ അമ്മയ്ക്ക് എന്താണ് തോന്നണത്? എനിക്ക് തോന്നണതാ പൊടി ഇത്രയും പിടിക്കേണ്ടിയിരുന്നോ അതോ കുറച്ചുകൂടെ പിടിച്ചാൽ മതിയായിരുന്നു എന്നൊരു ഡൗട്ട് ഉണ്ട്. എനിവേ പൊടി പിടിക്കണം. അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരത്തിന്റെയും റാഗിയുടെ ഒക്കെ ഒരു കുത്തൽ പോലെ എനിക്ക് തോന്നി പൊടി പിടിക്കാതിരുന്നപ്പോ. പൊടി ചേർത്ത് പിടിച്ചുരുട്ടി എടുക്കണതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇച്ചിരി പൊടി ഇത് കൂടി പോയിട്ടുണ്ടോന്ന് പ്രേക്ഷകരായ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. എനിക്ക് തോന്നി ഇച്ചിരി പൊടി കൂടുതലാണോ. ഇനിയിപ്പോ ഇരിക്കുമ്പോ ഇതിലേക്ക് വലിയോന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ടേസ്റ്റ് ആണ്. നമുക്ക് ഇരുന്ന് കഴിയുമ്പോ നോക്കാം എങ്ങനെ ഉണ്ടാവും. ഇതിപ്പോ അതേ ഇരിക്കാനൊന്നുമില്ല. നമുക്ക് ഗ്രീൻ ടീ ഒക്കെ കുടിക്കുമ്പോ ഓരോന്നും കഴിക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്ക് അവിടെ വെച്ച് വേണമെങ്കിൽ പടം എടുത്തോ. എന്നിട്ട് ഞാൻ പരിസരം ശരിയാക്കട്ടെ. അടുത്ത പരിപാടി തുടങ്ങണം. ഓക്കെ. ഫസ്റ്റ് ഉണ്ടോ അമ്മ തന്നെ എടുത്തോ. അപ്പൊ ഞങ്ങളുടെ ടേസ്റ്റിക്കായിരുന്നു. മധുരമായ കൊണ്ട് എനിക്കധികം വേണ്ട. പകുതി ഞാൻ എടുത്തോളാം. അമ്മ കുറച്ച് കഴിച്ചതിന്റെ പകുതി. നല്ലതാ. രുചിയുണ്ടോ. പൊടി പിടിക്കണതന്നെ നല്ലത്. പൊടി പിടിക്കാതിരിക്കുമ്പോഴേ തിക് സ്വീറ്റാ. ഇതിപ്പോ പൊടിയുടെ ഇതും കൂടെ വന്നു കഴിയുമ്പോ കുഴപ്പമില്ല. മധുരല്ലേ. ഞാൻ എടുത്തോളാം. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? നമ്മള് വിചാരിച്ചതിനേക്കാളും നല്ലതാ. അതെ 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 അതെ. അപ്പം ഞാൻ ഈ ഉണ്ടയുടെ സോഫ്റ്റ്നെസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. സോഫ്റ്റ്നെസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. സുന്ദരക്കുട്ടനായ ഈ ഉണ്ടേനെ ഇതുപോലെ അങ്ങ് ആക്രമിക്കുക. അതല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. തൊടുമ്പോഴേക്കും അങ്ങ് അലിഞ്ഞിറങ്ങുമായിരുന്നു. ദേ കണ്ടോ, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. വളരെ സോഫ്റ്റ് ആണ്. ഇനി ഇരുന്ന് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയുകയും ചെയ്യാം കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റാ അല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൊടി പിടിക്കണത് തന്നെയാ നല്ലത്. അതെ 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 അതെ. അപ്പൊ ഇനി ഒരു ഉണ്ട കൂടെ എടുത്തോ. നല്ല രുചിയാ. ഇതാണ് എടുക്കണേ. ഇതെടുത്തോ, അല്ലെങ്കിൽ ഇതെടുത്തോ. അത് ഞാൻ എടുത്തോളാം. ഞാൻ 2-3 എണ്ണം ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു. നല്ല രുചിയാട്ടോ അത് കഴിക്കാനായിട്ടാ. നെയ്യുടെ ഒക്കെ നല്ല സ്വാദല്ലേ. കണ്ടോ, ഇച്ചിരി മധുരം മുന്നിലുണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ അത് ഇരുന്ന് കഴിയുമ്പോഴേക്ക് പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അത് ഈക്വൽ ആവും. ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നല്ല രുചിയാണ്. നമ്മുടെ അരിയുണ്ട പോലെ തന്നെ ഈക്വലി നൈസാ. പിന്നെ എനിക്ക് പ്രേക്ഷകരാരെങ്കിലും ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ നല്ലതാണ്. ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുമോ എന്നുള്ള വിവരം, 1-2 ദിവസമൊക്കെ ഇരിക്കുമോ ഇല്ലയോ എന്നുള്ള വിവരം ഒന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. അരിയുണ്ട പോലെ 2 ദിവസമൊക്കെ ഇരിക്കുമായിരിക്കും. അറിയില്ല, അത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. സൂപ്പർ ടേസ്റ്റിയാ. ആരെങ്കിലൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പലഹാരം കൊടുക്കുന്ന ഫീൽ ഉണ്ടല്ലോ. അടിപൊളിയാ. നിങ്ങൾ ചോദിക്കാറില്ലേ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിനൊരു 1/2 മണിക്കൂർ മതി ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു നൊസ്റ്റാൾജിക് പലഹാരം. റാഗിയൊക്കെ ഇപ്പോൾ ഒരുപാട് നമ്മുടെ ഹെൽത്ത് ഡിഷിലേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പം ട്രൈ ചെയ്യുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. റാഗി ഫ്രഷായിട്ട് മേടിച്ച് വറുത്ത് പൊടിക്കുന്നതാണ് ഏറ്റവും സൂപ്പർ. നമുക്ക് അത്രയ്ക്കുള്ള കുറച്ച് ബുദ്ധിമുട്ടല്ലേ ആ ഒരു പ്രോസസ്സിന്. അപ്പം നമുക്ക് വേറെ ഒരുപാട് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പൊടി വാങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഫ്രഷായിട്ട് വറുത്ത് പൊടിക്കുന്നതാണ് ഏറ്റവും അടിപൊളി. അടിപൊളി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാനായിട്ട് ഇതേ വൈകുന്നേരം വരെ വെച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഒരെണ്ണേ ഉണ്ടായിരുന്നോളും. ഉണ്ടയ്ക്ക് ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും എടുത്ത് കഴിച്ചു. ഇതേ വൈകുന്നേരം ആയപ്പോഴും, രാവിലെ ഉണ്ടാക്കിയതാണ്, വൈകുന്നേരം ആയപ്പോഴും ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ തുടരുകയാണ്. മധുരമൊക്കെ ഒന്ന് കൺട്രോൾഡായി. ആദ്യം ഒരു ഇത്തിരി മധുരം കൂടുതലുള്ള പോലെ തോന്നിയായിരുന്നു. പക്ഷെ വൈകുന്നേരം വരെ ഇരുന്നപ്പോൾ ആ മധുരം കറക്റ്റായി കേട്ടോ.
ഒട്ടും തന്നെ ഹാർഡായിട്ടില്ല, നല്ല സൂപ്പർ സോഫ്റ്റ് ഉണ്ടായിരുന്നേ, അടിപൊളിയായിരുന്നു.